ആലുവ പെരിയാറിനു കുറുകെ 783 മീറ്റർ 20 മിനിറ്റിനുള്ളിൽ നീന്തിക്കടന്ന് മികവ് തെളിയിച്ചിരിക്കുകയാണ് കാലടി സ്വദേശികളായ സഹോദരങ്ങൾ ആഗ്നേൽ മേരി ഡാനിയും ആഡം സ്റ്റീഫൻ ഡാനിയും. പരിശീലകനായ സജി വാളാശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ നീന്തൽ അഭ്യസിച്ചത്. എൻ്റെ പേര് ആഗ്നേൽ മേരി ഡാനി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനിത പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ പേര് ആദം സ്റ്റീഫൻ ഡാനി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അനിത പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ നീന്തൽ പഠിച്ചത് സജി സാറിൻ്റെ അടുത്തു നിന്നാണ്. നവംബർ 1 മുതലാണ് ഞങ്ങൾ നീന്തൽ പഠിക്കാൻ സജി സാറിൻ്റെ അടുത്ത് പോകുന്നത്. ആലുവ ദേശം കടവിലാണ് ഞങ്ങൾ നീന്തൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഫെബ്രുവരി 15-ാം തീയതി ഞങ്ങൾ ആലുവ പെരിയാർ ക്രോസ് ചെയ്താണ്. 783 മീറ്ററാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത്. കഴിഞ്ഞ നവംബർ മുതലാണ് ഇവർ സജി വാളാശ്ശേരിയുടെ പക്കൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. ആലുവ ദേശം കടവിലാണ് വാളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിന്റെ പരിശീലനം. എല്ലാവർക്കും നീന്തൽ പഠിക്കാം എന്ന ആശയത്തോടെ വർഷങ്ങളായി സൗജന്യമായി പ്രായഭേദമന്യേ നീന്തൽ പരിശീലിപ്പിക്കുകയാണ് സജി വാളാശ്ശേരി. ആഗ്നേൽ മേരി ഡാനി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. എൻ്റെ പേര് ആദം സ്റ്റീഫൻ ഡാനി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേച്ചി അനിയനുമാണ്. ഇവിടെ വന്ന് രാവിലെ വന്ന് നീന്തൽ പഠിച്ചിട്ട് ഇവിടുന്ന് റെഡിയായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ്. ഇപ്പൊ മണൽ വരാൻ പോകുന്നു, 10 അടി താഴ്ച മണൽ വരാൻ പോകുന്നു. കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് നീന്തൽ പഠിച്ച കുട്ടികളാണ്. ഇവരുടെ നീന്തൽ കണ്ടു കേട്ടോ. അതെ, കാലടി ആശ്രമം റോഡിൽ കോച്ചാപ്പിള്ളി വീട്ടിൽ ഡാനിയുടെയും റോസ്മിയുടെയും മക്കളായ 13-കാരി ആഗ്നേലിനും 11 വയസ്സുകാരൻ ആഡത്തിനും തീരെ ചെറുപ്പം മുതലേ തന്നെ വീടിന് മുമ്പിലുള്ള കനാലിലെ വെള്ളത്തിൽ കളിക്കുക എന്നതായിരുന്നു പ്രധാന വിനോദം. നീന്തൽ പഠിക്കണമെന്നും വൈദഗ്ധ്യം നേടണമെന്നുമുള്ള ആഗ്രഹം തുടങ്ങുന്നതും അങ്ങനെയാണ്. ഇവർ രണ്ടുപേരും എൻ്റെ വാർഡിലുള്ളവരാണ്. ആഗ്നേൽ മേരി ഡാനിയും ആദം സ്റ്റീഫൻ ഡാനിയും. ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ആലുവ പെരിയാർ നദി 783 മീറ്റർ നീന്തി കയറിയത്. എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ സ്പോർട്സ് രംഗത്ത് വളരെ മികവ് തെളിയിച്ചവരാണ്. കാരണം ഈ ആദം സ്റ്റീഫൻ ഡാനി സ്കേറ്റിങ്ങിലും മറ്റേ ആഗ്നേൽ മേരി ഡാനി ഡ്രോയിങ്ങിലും മികവ് തെളിയിച്ചിട്ടുള്ളതാണ്. ഇവരുടെ ലക്ഷ്യം ഇനി വെമ്പനാട്ടുകായൽ നീന്തി കയറുക എന്നുള്ളതാണ്. കൈയും കാലും കിട്ടി വെമ്പനാട്ടുകായൽ നീന്തി കയറുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇവർ നീന്തലിൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടുള്ളത്. സജി വാളാശ്ശേരി ആലുവയിൽ സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം അവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഇവരുടെ വീട് പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ്. പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലൊക്കെ ഈ പെരിയാർ നീന്തി കര കവിഞ്ഞൊഴുകിയ സമയത്തൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ശരിക്കും പഠിക്കാതെ തന്നെ സ്വയം ആർജിച്ച ഒരു കഴിവായിരുന്നു നീന്തൽ. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ശരിക്കും നീന്തലിനൊരു പരിശീലനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. മുങ്ങിമരണങ്ങളൊക്കെ വർദ്ധിക്കുന്നു. തീർച്ചയായും കുട്ടികൾക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നീന്തൽ അത് ഏറ്റവും ഉത്തമമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എൻ്റെ മക്കളെ പോലെ വളർന്ന പിള്ളേരാണ് ഇവർ. ഞാനും ഇവരൊക്കെ കൂടിയാണ് കനാലിൽ നീന്തലൊക്കെ തുടങ്ങിയത്. ഞാനാണ് അവിടെ ഇവർ ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി. ഇവരവിടെ കിടന്ന് ചാടിക്കളിച്ചും നീന്തിയും അവിടെ കിടന്ന് പരിശീലിച്ചു. പിന്നെ കുറച്ചാൾ വേറെ മലയാറ്റൂർ പോയിരുന്നു. പിന്നെ ഇവർക്കടെ ലക്ഷ്യം നീന്തി റെക്കോർഡ് നേടണമെന്നുള്ളതാണ്. അത് നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വേമ്പനാട്ടുകായൽ നീന്തി കടക്കണമെന്നാണ് ഈ സഹോദരങ്ങളുടെ അടുത്ത ലക്ഷ്യം. താന്നിപ്പുഴ അനിത പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. ഞങ്ങൾക്ക് കൈയും കാലും കെട്ടി റെക്കോർഡ് അടിക്കുന്നതാണ് ഏറ്റവും വലിയ താല്പര്യം. പിന്നെ ഞങ്ങൾ ഈ മെയ് ലാസ്റ്റിന് ഞങ്ങൾ വേമ്പനാട്ടുകായലും നീന്തി കിടക്കും. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.